അടുത്തതായി സംസാരിക്കുവാൻ ജനാധിപത്യ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ബഹുമാന്യനായ ശ്രീ വി ഡി സതീശനെ ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയങ്കരനായ KPCCയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്, നമുക്കെല്ലാം ആദരണീയനായ നമ്മുടെ എല്ലാം അഭിമാനമായ കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ മല്ലികാർജുൻ ഖാർഗെജി, അഭിവന്ദ്യനായ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെ വേദിയിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായ നേതാക്കളെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഒരു മഹായുദ്ധത്തിന്റെ നടുവിലാണ് നാം നിൽക്കുന്നത്. ഈ യുദ്ധം നമ്മൾ ജയിക്കുക തന്നെ ചെയ്യും. 100-ലധികം സീറ്റുമായി ടീം UDF അധികാരത്തിലേക്ക് തിരിച്ചു വരും. കേരളത്തിലെ ജനങ്ങൾ 2 തീരുമാനം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കും. ഒന്ന്, ഈ 10 വർഷക്കാലത്തെ ദുർഭരണത്തിന് അന്ത്യം കുറിക്കും. 2, ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമ്മുടെ കേരളം ഇത് മതേതര കേരളമാണ് എന്ന് രാജ്യത്തിന്റെ മുഖത്ത് നോക്കി പറയും. എല്ലാ വർഗീയവാദികളുടെയും ജൽപ്പനങ്ങളെ മറികടന്ന് മതേതര കേരളം അതിന്റെ തല ഉയർത്തിപ്പിടിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. UDFന് നിങ്ങളോട് പറയാനുള്ളത്, എവിടെയെല്ലാമാണ് ഈ ഗവൺമെന്റ് തകർത്തത് കേരളത്തെ, അവിടെയെല്ലാം നമ്മുടെ UDF കേരളത്തെ പുനർജനിപ്പിക്കും. ഈ കേരളത്തെ ഇന്ത്യയിലെ 1ാമത്തെ സംസ്ഥാനമാക്കി നമ്മൾ മാറ്റും. ചിലർ സംശയം പ്രകടിപ്പിച്ചു. പുതുയുഗയാത്രയുടെ സമാപന സമ്മേളനത്തിൽ പ്രിയങ്കരനായ രാഹുൽജി 5 ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചു. അത് നടക്കുമോ? നടത്താൻ എങ്ങനെ കഴിയും? അതെല്ലാമാണ് ചർച്ച. ഞാൻ നിങ്ങളോട് പറയുന്നു, UDFന് വേണ്ടി പറയുന്നു, ആധികാരികമായ ചർച്ചകൾ UDFും കോൺഗ്രസ് നേതൃത്വവും ഉൾപ്പെടെ നടത്തിയിട്ടാണ് പ്രിയങ്കരനായ രാഹുൽജിയെ കൊണ്ട് 5 ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചത്. അത് നടപ്പാക്കാനുള്ള ആർജവവും അത് നടപ്പാക്കാനുള്ള പദ്ധതികളും അതിനായി ഖജനാവിൽ പണം നിറയ്ക്കാനുള്ള ഉത്തരവാദിത്വവും UDFനുണ്ട്. ആദ്യത്തെ 2 ഗ്യാരണ്ടികൾ സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണ്. KSRTC ബസ്സിൽ ഇനി നിങ്ങൾക്ക് സൗജന്യ യാത്രയാണ്. ഒരാളും നിങ്ങളോട് പണം ചോദിക്കില്ല. 2, കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് മാസം 1000 രൂപ അയച്ചു കൊടുക്കും. അവര് പഠിക്കട്ടെ, അവര് പഠിച്ചു മിടുക്കികളായി ഈ കേരളത്തിന്റെ അഭിമാനങ്ങളായി അവര് മാറട്ടെ. നമുക്കറിയാം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചികിത്സാ ചെലവുള്ള 1ാമത്തെ സംസ്ഥാനം കേരളമാണ്. 70%. UDFന്റെ വാഗ്ദാനം അത് 1ാം ഘട്ടത്തിൽ ഇപ്പോഴുള്ള ചികിത്സാ ചെലവ് പകുതിയാക്കി കുറയ്ക്കുമെന്നതാണ്. ശ്രീ അശോക് ഗെഹ്ലോട്ട്ജിയുടെ നേതൃത്വത്തിൽ രാജസ്ഥാനിൽ കോൺഗ്രസ് ഗവൺമെന്റ് നടപ്പിലാക്കിയ ആ ഇൻഷുറൻസ് പദ്ധതി ഈ കേരളത്തിൽ നമ്മൾ നടപ്പാക്കുക തന്നെ ചെയ്യും. നമ്മുടെ ചെറുപ്പക്കാർ അവർ വിദേശത്തേക്ക് പോകേണ്ടവരല്ല. ഇവിടെ അവർക്ക് പഠിക്കാനുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാകും. ലോകത്ത് ആഗോള രംഗങ്ങളിൽ ജോലിയുടെ സ്വഭാവം മാറുകയാണ്. അതനുസരിച്ചുള്ള കോഴ്സുകൾ ഇവിടെ ഉണ്ടാകണം. UDF പ്രഖ്യാപിക്കുന്നത് ഗ്ലോബൽ ജോബ് വാച്ച് ടവർ ഉണ്ടാക്കും. ലോകത്തെല്ലായിടത്തും ആഗോള തലത്തിൽ ജോലിയുടെ സ്വഭാവം മാറുന്നത് അനുസരിച്ച് അതിന് അനുരോധമായ കോഴ്സുകൾ കേരളത്തിൽ ഉണ്ടാകും. നമ്മുടെ കുട്ടികൾ ഇവിടെ പഠിക്കും. പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ ഒന്നുകിൽ ജോലി അല്ലെങ്കിൽ സംരംഭം തുടങ്ങാനുള്ള സഹായം 5 ലക്ഷം രൂപ ആദ്യഘട്ടത്തിൽ അവർക്ക് പലിശരഹിതമായി വായ്പയായി കൊടുക്കും. അവർ വളരട്ടെ, കേരളത്തിൽ സംരംഭങ്ങൾ ഉണ്ടാകട്ടെ. നമ്മൾ ആദ്യഘട്ടത്തിൽ 10,000 സംരംഭങ്ങൾ ഈ കേരളത്തിൽ തുടങ്ങും. അതിനുള്ള തയ്യാറെടുപ്പ് നമ്മൾ നടത്തിയിട്ടുണ്ട്. 5ാമത് പ്രായമായവർക്ക് വേണ്ടിയിട്ടാണ്. ഒരു സമൂഹം അത് സംസ്കാര സമ്പന്നമാണോ എന്ന് പരിശോധിക്കുന്ന ടെസ്റ്റ് ആ സമൂഹത്തിലെ പ്രായമായവരോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നതാണ്. മുതിർന്ന പൗരന്മാരെ, മുതിർന്ന ആളുകളെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടവരായി VIP-കളായി UDF ഗവൺമെന്റ് അവരെ ചെയ്യും. അവർക്ക് വേണ്ടി പ്രത്യേക വകുപ്പുണ്ടാകും. ജെറിയാട്രിക് കെയർ സെന്ററുകൾ ഉണ്ടാകും. ഡേ സെന്റേഴ്സ് ഉണ്ടാകും. ഒരുപാട് പരിപാടികൾ പ്രായമായവർക്ക് വേണ്ടി ഉണ്ടാകും.
UDF സ്വപ്ന പദ്ധതികളുമായി കോസ്റ്റൽ ഷിപ്പിംഗ് ഉൾപ്പെടെ ഏവിയേഷൻ പ്രോജക്ട് ഉൾപ്പെടെ കേരളം ഇന്നുവരെ കാണാത്ത നിരന്തര വലിയ വലിയ പദ്ധതികളുമായി UDF വരികയാണ്. ഈ കേരളത്തിന്റെ മാറ്റം, അതാണ് UDFന്റെ വാക്ക്. നിങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുക, അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുക. ഇവര് കേരളത്തെ തകർത്ത് കളഞ്ഞിരിക്കുന്നു. കള്ളപ്രചരണങ്ങൾ നടത്തി ആയിരക്കണക്കിന് കോടി രൂപ ചെലവാക്കി അവരിപ്പോഴും ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്കുള്ള മറുപടിയാകും, കേരളത്തിന്റെ മറുപടിയാകും ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് മാത്രം വിനയപൂർവ്വം സൂചിപ്പിച്ചുകൊണ്ട് ഈ കടലോരത്ത് തടിച്ചുകൂടിയ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ വൻ വിജയം നിങ്ങളാണ് അത് നടപ്പാക്കേണ്ടത് എന്ന് വിനയപൂർവ്വം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു.